മുത്തശ്ശി, എന്താ മോളെ? എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? എന്റെ സ്വന്തം മുത്തശ്ശിയോടാന്ന വിശ്വാസത്തില ഞാൻ പറയുന്നത്. ഞാൻ നിന്റെ സ്വന്തം മുത്തശ്ശി തന്നെയല്ലേ? പറ, എന്താ പറയാനുള്ളേ? ഈ വിവാഹം നടക്കാൻ പാടില്ല. മോളെ, ഞാൻ എല്ലാം അറിഞ്ഞു. എന്ത്? ഈ വിവാഹം നടന്ന അത് ആദിക്ക് ദോഷാണെന്ന്. നിന്നോട് ആരാ മോളെ ഈ വേണ്ടാതിനൊക്കെ പറഞ്ഞേ? എന്നോട് ആരും പറഞ്ഞതല്ല, ഇവിടെ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. മോളെ, അങ്ങനെ ആദിക്ക് ദോഷം വരുത്തിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട മുത്തശ്ശി. ആദിക്ക് ദോഷം വരുമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഏതായാലും ഈ വിവാഹം നടന്ന നല്ലത് വരില്ലല്ലോ. നല്ലതേ വരൂ. എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ വിവാഹം നടത്താൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇങ്ങനെ പടിവാതിക്കലെത്തിയിട്ട് പിന്മാറാനാണോ ഇത്രയും നാളും നിങ്ങൾ സ്നേഹിച്ചത്? ഈ കണ്ട പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി ഒളിച്ചോടിയത്? എന്നാ പിന്നെ അന്നേ പിന്മാറിക്കൂടായിരുന്നോ? അങ്ങനെ എത്രയെത്ര കോളേജ് പിള്ളേർ പ്രേമിക്കുന്നു. കോളേജ് വിട്ട് കഴിയുമ്പോ അവരൊക്കെ പൊടിയും തട്ടി അവരുടെ പാട്ടിന് പോവും. അല്ലാതെ നിങ്ങളെപ്പോലെ നാട് വിടുവല്ല ചെയ്യുന്നത്. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തീവ്രമായിരിക്കും അവരുടെ പ്രേമം. അവരെ പിരിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ ആ തിരിച്ചറിവുള്ളതുകൊണ്ടാ വീട്ടുകാരെ വരെ പിണക്കി ഈ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചത്. എന്നിട്ടിപ്പോ നിങ്ങൾ കാലുമാറിയ ഞാൻ എന്ത് ചെയ്യും? കാലം മാറിയതല്ല മുത്തശ്ശി, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലെന്നിട്ടുമല്ല. പക്ഷെ വിധി അതിന് അനുവദിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു വിധി അനുവദിക്കുന്നില്ലെന്ന്? അനുവദിക്കാഞ്ഞിട്ടാണോ ഇത്രയും കടമ്പകൾ കടന്ന് നിങ്ങൾ ഇവിടെ വരെ എത്തിയത്? രണ്ടു വീട്ടുകാരും ഒരേപോലെ സമ്മതം മൂളിയത്. അതൊന്നും അല്ലല്ലോ മുത്തശ്ശി ഇവിടെ പ്രശ്നം. ആ ജോത്സ്യൻ ഏതാണ്ട് പറഞ്ഞാനാണോ? ഏതാണ്ടല്ലോ മുത്തശ്ശി, ഈ വിവാഹം നടക്കാൻ പാടില്ലെന്നല്ലേ? അങ്ങനെ അയാള് പറയുന്നത് മോള് കേട്ടോ? അയാള് പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? ഒരർത്ഥവും ഇല്ല. ഞാൻ പറയുന്ന അർത്ഥം മോളങ്ങ് കേട്ടാ മതി. ഞാൻ അയാളോട് വിശദമായിട്ട് സംസാരിച്ചതാ. പൊരുത്തങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആകെ ഏതോ ഒരു വശ്യപ്പൊരുത്തത്തിന്റെ കുഴപ്പം. അങ്ങനെ എല്ലാ പൊരുത്തം കൂടെ ഒത്തിണങ്ങി ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ. മറ്റു മതക്കാർ ജാതകം നോക്കിയിട്ടാണോ വിവാഹം കഴിക്കുന്നത്? അപ്പൊ ഈ പ്രേമിച്ചൊളിച്ചോടുന്നവരോ? ഇപ്പൊ നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പൊരുത്തം നോക്കിയിട്ട് കല്യാണം നടത്തുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയല്ലേ ചെയ്തത്? ഇതിപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഈ ആദ്യമൊക്കെ? അറിഞ്ഞില്ലെന്നങ്ങ് വിചാരിച്ചാ മതി. മുത്തശ്ശി എന്തായി പറയുന്നത്? മുത്തശ്ശി പറയുന്നത് മോള് കേൾക്ക്. ഇത്തരം കാര്യങ്ങളിലൊന്നും മോൾ ഇടപെടുകയേ വേണ്ട. കല്യാണമൊക്കെ ഞാനും മോളുടെ അമ്മയും കൂടെ നടത്തിക്കൊള്ളാം. സമയമാകുമ്പോ മോൾ ഉടുത്തൊരുങ്ങി മണ്ഡപത്തിൽ വന്നൊന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി. എന്താ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ?